പാർട്ടിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തതാണ് അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ ദിവസത്തെ പരസ്യ അഭിപ്രായ പ്രകടനം. പാർട്ടിയുടെ ഒരു പ്രവർത്തകനും ധനാപഹരണം നടത്തിയിട്ടില്ല. അത് 2 കമ്മീഷനുകൾ അന്വേഷിച്ച് കണ്ടെത്തിയ കാര്യമാണ്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി കുഞ്ഞികൃഷ്ണൻ പാർട്ടിയെ തകർത്തുകൊണ്ട് തിരുത്തുക എന്ന നിലപാട് സ്വീകരിച്ചിട്ടാണ് പരസ്യ അഭിപ്രായ പ്രകടനം നടത്തിയത്. അത് പാർട്ടിയുടെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഉചിതമായ സംഘടനാ തീരുമാനം എടുക്കും. അദ്ദേഹം പറയുന്നത് പാർട്ടിയിൽ തന്നെ വർഷങ്ങളായിട്ട് തന്നെ പക്ഷേ ഒരു കാരണവശാലും തിരുത്താത്തത് കൊണ്ടാണ് തുറന്നു പറയേണ്ടി വന്നത് എന്നുള്ളതാണ്. തിരുത്തേണ്ടത് എന്താണ്? ധനാപഹരണം നടത്തി എന്ന് അദ്ദേഹം പറയുമ്പോൾ ധനാപഹരണം നടത്തിയിട്ടില്ല. തിരുത്തേണ്ടത് എന്താ? അതിൽ ഞങ്ങൾ കണ്ടെത്തിയിട്ടുള്ള കാര്യം, പാർട്ടി യഥാസമയം കണക്ക് അവതരിപ്പിച്ചില്ല. അതാണ് ചൂണ്ടിക്കാട്ടിയത്, അതാണ് കണ്ടെത്തിയത്. അതിൻ്റെ മേലെയുള്ള ചില അച്ചടക്ക നടപടികൾ കൈക്കൊള്ളുകയും ചെയ്തു. അതുകൊണ്ട് തിരുത്തേണ്ടതാണെങ്കിൽ തിരുത്തിയിട്ടുണ്ട്. ഒപ്പം ധനാപഹരണം നടന്നിട്ടില്ല എന്നുള്ളത് പാർട്ടി കണ്ടെത്തിയ കാര്യവുമാണ്. അപ്പോൾ പിന്നെ അദ്ദേഹം തിരുത്താനായി പാർട്ടിയെ തകർക്കുകയാണ് ചെയ്യുന്നത്. അത് ഉചിതമല്ല. കമ്മീഷന് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു ചില ഏരിയ സെക്രട്ടറി 5 ലക്ഷം രൂപ അക്കൗണ്ട് ഏരിയ സെക്രട്ടറിയുടെ അക്കൗണ്ടിലേക്ക് 5 ലക്ഷം രൂപ അദ്ദേഹം പറയുന്ന തെളിവെല്ലാം വാസ്തവവിരുദ്ധമാണ്. അതൊന്നും ധനാപഹരണത്തിന്റെ എന്തെങ്കിലും ഒരു കാര്യം കണ്ടെത്തുന്ന കാര്യമല്ല. അദ്ദേഹം ഇപ്പൊ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്, അദ്ദേഹം എല്ലാ മാധ്യമങ്ങളുമായി അഭിമുഖം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം കൂടി ഉള്ള ജില്ലാ കമ്മിറ്റി അല്ലേ ഈ തീരുമാനമെടുത്തത്? മാത്രമല്ല, അദ്ദേഹം കൂടിയുള്ള ജില്ലാ കമ്മിറ്റിയിൽ ഈ തീരുമാനം എടുക്കുന്ന സമയത്ത് അദ്ദേഹം എന്ത് നിലപാട് സ്വീകരിച്ചു? അദ്ദേഹം യശശരീരനായ കോടിയേരി ബാലകൃഷ്ണനെ പോലും ഇക്കാര്യത്തിൽ കുറ്റപ്പെടുത്തിയില്ലേ? കോടിയേരിയോടും പിണറായി വിജയനോടും എം പി ഗോവിന്ദൻ മാഷോടും എല്ലാം ഞാൻ പറഞ്ഞിട്ടും അദ്ദേഹം ഒന്നും ഇത് പരിശോധിച്ചില്ല എന്നല്ലേ അദ്ദേഹം പറയുന്നത്? അങ്ങനെ പാർട്ടിയിൽ ഉണ്ടാവില്ലല്ലോ. കോടിയേരി തന്നെ പങ്കെടുത്തുകൊണ്ട്, കോടിയേരി മാത്രമല്ല ഒരു കൂട്ടം സംസ്ഥാന നേതാക്കന്മാർ ജില്ലാ കമ്മിറ്റിയിൽ പങ്കെടുത്ത് ഇദ്ദേഹം കൂടി ആ യോഗത്തിൽ ഉണ്ടായിരിക്കുകയാണ്. ഇതെല്ലാം ചർച്ച ചെയ്യുകയും തീരുമാനമെടുക്കുകയും അതൊക്കെ പറയുന്നു. പാർട്ടി ഒരു ആഭ്യന്തര കാര്യമാണ്, ഞങ്ങൾക്കറിയില്ല. പക്ഷെ കുഞ്ഞികൃഷ്ണൻ പുറത്ത് പറയുന്നത് ലക്ഷക്കണക്കിന് രൂപയുടെ തിരിമറി നടന്നിട്ടുണ്ട് ഈ ധനരാജ്യത്തിന്റെ മട്ടിനകത്ത് എന്നാണ്. അപ്പൊ അതിന്റെ കണക്ക് പാർട്ടി പുറങ്ങളോട് ജനങ്ങളോട് പറയണ്ടേ? കൃത്യമായി പറയുന്നത് പുറത്തുനിന്ന് തിരിച്ച പണമല്ല. അതെല്ലാം പറയുന്നതിന് ഒരു തെറ്റുമില്ല, അതെല്ലാം വേണമെങ്കിൽ പറയും. പക്ഷേ അങ്ങനെയൊരു ധനാപഹരണം നടക്കണ്ടേ? അല്ല, കണക്ക് പറയാലോ, വരവും ചെലവും ധനാപഹരണം നടക്കണ്ടേ? നടന്നില്ലെങ്കിലും പറയാലോ. ഇതിലെ പ്രശ്നം എന്താ? അദ്ദേഹം ഇക്കാലം അത്രയും പാർട്ടി കമ്മിറ്റിയിൽ നിന്ന് പാർട്ടിയുടെ ഒരു പൊതുനയത്തിന് വ്യത്യസ്തമായി പാർട്ടിയെ തകർക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി പോയാൽ എങ്ങനെയാണ്? അതേ ജില്ലാ കമ്മിറ്റിയിൽ വന്നത് ഇതിന് ശേഷമല്ലേ? അദ്ദേഹം ജില്ലാ കമ്മിറ്റിയിൽ വന്നില്ലേ? അദ്ദേഹം പറയുന്നത് തെറ്റാണെന്ന് സ്ഥാപിക്കാൻ ഈ പറഞ്ഞതുപോലെ ധനാപകരണം നടന്നോ ഇല്ലയോ എന്നുള്ളതിനപ്പുറത്തേക്ക് ഈ ധനരാജിന്റെ രക്തസാക്ഷിത്വത്തിന്റെ തുടർന്ന് വരുന്ന ഒരു ഫണ്ട് എന്നൊക്കെ പറയുമ്പോൾ CPM പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം വൈകാരികമാണത്. അപ്പൊ അതിന്റെ ഒരു കണക്ക് CPM കൃത്യമായി പുറത്ത് പറഞ്ഞാൽ ഒരു കാര്യം വ്യക്തമായി ഞാൻ പറയാം, രക്തസാക്ഷി ഫണ്ട് പിരിച്ച് ഒരു നയാ പൈസ ദുർവിനിയോഗം ചെയ്തിട്ടില്ല, ധനാപഹരണവും നടത്തിയിട്ടില്ല. ഈ ധനാപഹരണം എന്ന് പറഞ്ഞാൽ ഞാൻ കക്കണ്ടേ? അദ്ദേഹത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ കട്ടിട്ട് എന്റെ വീട്ടിലെന്തോ ഉണ്ടാണ്ടേ? അദ്ദേഹത്തിന്റെ വാദം വീട്ടിൽ വല്ലതും കാണണ്ടേ? വേണ്ട, ഞാൻ വേറെ എവിടെയെങ്കിലും ബിനാമി സ്വത്ത് ഉണ്ടാക്കണ്ടേ? ഇതെല്ലാം നിങ്ങൾ ഓരോന്നോരോന്ന് അദ്ദേഹം പറയുന്നതിൽ നിന്ന് പറയല്ലേ? അദ്ദേഹത്തിൻ്റെതാണ് അഭിപ്രായം. കണ്ടെത്തിയത് ധനാപഹരണമേ ഇല്ല, ധനാപഹരണമേ നടത്തിയിട്ടില്ല, അദ്ദേഹം ഉന്നയിക്കുന്ന ഒരു വിഷയത്തിലും ഒരു ക്രമക്കേടും ഇല്ല.